തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിന് കുടിവെള്ളം കൊണ്ടുവരുന്നത് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അത് കരമന നദിയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഡാമിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്. അരുവിക്കര മണ്ഡലം നേരത്തെ അരുവിക്കര മണ്ഡലം എന്ന് പറയുന്നത് നേരത്തെ ആര്യനാട് മണ്ഡലമായിരുന്നു. ഇപ്പോൾ ആണ് അരുവിക്കര മണ്ഡലമായത്. ആ അരുവിക്കര മണ്ഡലം ആരുടെയും കുത്തകമല്ല. അതായത് 2021 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ച ഒരു മണ്ഡലമാണ്. BJPക്ക് ഭൂരിപക്ഷം വളരെ കുറഞ്ഞിട്ടുള്ള ഒരു മണ്ഡലമാണ് അരുവിക്കര. 2016 UDF അവിടെ 21,314 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ വർഷം LDF അത് പിടിച്ചെടുത്തു. നേരത്തെ ജി കാർത്തികേയൻ സ്പീക്കറും കേരള രാഷ്ട്രീയത്തിലെ നല്ല ഒരു ജെന്റിൽമാനും ഒക്കെ ആയിരുന്നു. ജി കാർത്തികേയൻ തിരുത്തൽവാദിയൊക്കെ ആയിരുന്നു. MA ഷാനവാസ് അടക്കമുള്ള ടീമിൻ്റെ കൂടെ ഉണ്ട്. ഷാനവാസ് മരിച്ചു, കാർത്തികേയൻ മരിച്ചു. ജി കാർത്തികേയൻ സ്പീക്കറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന ശബരിനാഥാണ് ആദ്യം അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പിന്നെ അതിനുശേഷം വന്ന് സ്റ്റീഫനുമായി മത്സരിച്ചു. LDFൻ്റെ കഴിഞ്ഞ പ്രാവശ്യം 21 സ്റ്റീഫനുമായി മത്സരിച്ചപ്പോൾ വളരെ നല്ല ഭൂരിപക്ഷത്തിൽ ആര് ജയിച്ചു? സ്റ്റീഫൻ ജയിച്ചു. അപ്പോൾ 21 പോൾ ചെയ്ത വോട്ടിനേക്കാൾ 654 വോട്ടിൻ്റെ കുറവ് മാത്രമേ അരുവിക്കലിൽ ഉണ്ടായിട്ടുള്ളൂ. ഏകദേശം 21 അതേ അളവിൽ തന്നെ വോട്ട് വീണെന്നും നമുക്കിപ്പോൾ കണക്കാക്കാം. എന്നാൽ BJP അധിക വോട്ട് പിടിച്ചാലും പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ കുറഞ്ഞാലും മറ്റ് രണ്ട് മുന്നണികളുടെ സാധ്യതകളെ അത് ബാധിക്കും. അരുവിക്കരയിൽ UDFും BJPയുമായി BJPക്ക് UDFന് മത്സരിക്കുന്നത് ശിവകുമാറാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് മത്സരിക്കുന്ന വിവേകാണ്. വിവേക് ഗോപനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ പ്രസിദ്ധനൊന്നുമല്ല. അദ്ദേഹം നേരത്തെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ വിവേക് ഗോപനാണ് NDAക്ക് വേണ്ടി മത്സരിച്ച് BJPക്ക് വേണ്ടി അദ്ദേഹം വലിയ പ്രവർത്തനമൊന്നും അവിടെ നടത്തിയിട്ടില്ല. ആ വോട്ടുകളെല്ലാം കൂടി സംഘപരിവാർ വോട്ടുകൾ മുഴുവൻ VS ശിവകുമാർ പിടിക്കും എന്നൊരു ആരോപണം അവിടെ CPM ഉന്നയിച്ചിട്ടുണ്ട്. 3 മുന്നണികളുടെ വോട്ട് കൃത്യമായി പട്ടികയിൽ വീണാൽ LDFന് വിജയമുണ്ടാകുമെന്നും വോട്ടെടുപ്പിന് ശേഷം സ്റ്റീഫൻ MLA പറയുന്നു. അതായത് LDFന് പിടിക്കാനുള്ള വോട്ട് LDFും UDFന് പിടിക്കാനുള്ള വോട്ട് UDFും BJP പിടിക്കേണ്ട വോട്ട് NDA പിടിച്ചാൽ BDJS എന്നുള്ള ആ സംവിധാനങ്ങളെല്ലാം വെച്ച് NDA പിടിക്കേണ്ട വോട്ട് NDA പിടിച്ചാൽ സ്റ്റീഫൻ ജയിക്കും. അഥവാ അല്ല VS ശിവകുമാറും വിവേക് ഗോപനും തമ്മിൽ, അതായത് BJPയും NDAയും കോൺഗ്രസും UDFും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും VS ശിവകുമാറായിരിക്കും ജയിക്കുക എന്നുള്ളതാണ്. സർക്കാരിൻ്റെ വികസനക്ഷേമ മുഖവും മണ്ഡലത്തിൽ MLA താൻ നടത്തിയ പ്രവർത്തനങ്ങളുമെല്ലാം തനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുമെന്നാണ് സ്റ്റീഫൻ പറയുന്നത്. തുടർച്ചയായി മത്സരിച്ച തിരുവനന്തപുരം സീറ്റ് ഘടകകക്ഷി നേതാവിന് വിട്ടുകൊടുക്കേണ്ടി വന്നതിൽ അരുവിക്കരയിലെത്തിയ VS ശിവകുമാറിൻ്റെ സ്വാധീനത്താൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. കാരണം നേരത്തെ തിരുവനന്തപുരത്ത് സെൻട്രലിൽ മത്സരിച്ചിരുന്ന VS ശിവകുമാർ അവിടെ നിന്ന് MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കി CP ജോണിന് അവിടെ സീറ്റ് കൊടുത്തു. CP ജോൺ ജയിക്കുമെന്നൊരു നിലയിലൊക്കെയാണ് കാര്യങ്ങൾ ചർച്ച വരുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംവിധാനം കൂടി വന്നിരിക്കുന്നത്. എന്തായാലും UDFൻ്റെ വിജയസാധ്യത കൽപ്പിച്ച മണ്ഡലത്തിൽ എന്ന പ്രത്യേകതയും അരുവിക്കരയ്ക്കുണ്ട്. VS ശിവകുമാർ ജയിക്കുമെന്ന് പറയുന്നു. എല്ലാ ഡീൽ ആരോപണങ്ങളെയും തള്ളിക്കൊണ്ടാണ് ശിവകുമാർ നിൽക്കുന്നത്. എല്ലാ വിഭാഗങ്ങളെയും വോട്ട് ലഭിച്ച് മികച്ച വിജയം താൻ നേടുമെന്നാണ് VS ശിവകുമാർ പറയുന്നത്. സിനിമാ താരങ്ങൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒരു ഉണർവുണ്ടാകുമെന്നുള്ള ചരിത്രത്തിൽ 2016 രാജസേനൻ മത്സരിച്ചപ്പോൾ 14.2% വോട്ട് പിടിച്ചു. 21 C ശിവൻകുട്ടി BJPയുടെ നേരിട്ടുള്ള ആൾ മത്സരിച്ചപ്പോൾ 10.6% പിടിക്കാനായിട്ടുള്ളൂ. ഇത്തവണ നടൻ വിവേക് ഗോപനെ ഇറക്കിയത് BJP വോട്ട് വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ്. UDFുമായി BJPക്ക് ധാരണ ഉണ്ടാകുമെന്ന ആരോപണം വിവേക് ഗോപൻ തള്ളിക്കളയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ പ്രതിഫലനം അരുവിക്കരയിലും ഉണ്ടാകും എന്ന് തന്നെയാണ് BJP ക്യാമ്പുകൾ വിശ്വസിക്കുന്നത്. എന്തായാലും വളരെ വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതിനിടയിലാണ് BJP UDF ഡീൽ എന്ന് പറയുന്നത്. VS ശിവകുമാർ വിവേക് ഗോപൻ ഡീൽ വന്നിട്ടുണ്ട്. ആ ഡീലിൽ VS ശിവകുമാർ ജയിച്ചു കയറും എന്നാണ് UDF ക്യാമ്പുകളിലും BJP ക്യാമ്പുകളിലും പറയുന്നത്. ഇങ്ങനെ ഒരു ആരോപണം സ്റ്റീഫൻ്റെ ആളുകളും LDFൻ്റെ ആളുകളും വയ്ക്കുന്നുണ്ട്. അങ്ങനെ നടന്നില്ല എങ്കിൽ, 3ആയിട്ടാണ് പോകുന്നതെങ്കിൽ 3ആയി തന്നെ പങ്കുവയ്ക്കുകയാണെങ്കിൽ സ്റ്റീഫൻ ജയിക്കും എന്നാണ് സ്റ്റീഫൻ പറയുന്നത്. അതായത് LDF പിടിക്കേണ്ട വോട്ട് LDFും UDFൻ്റെ വോട്ട് UDFും BJP മുന്നണിയുടെ വോട്ട് BJP മുന്നണിയും പിടിച്ചാൽ തീർച്ചയായിട്ടും സ്റ്റീഫൻ ജയിക്കുമെന്നാണ് സ്റ്റീഫൻ പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഡീലുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും മെയ് 4 നമുക്ക് കാത്തിരിക്കാം.